എറണാകുളത്തെ മഞ്ഞുമ്മലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് വിനോദയാത്രയ്ക്ക് എത്തിച്ചേർന്ന ചെറുപ്പക്കാർ തിരിച്ചു പോരും മുമ്പ് പ്രശസ്തമായ ഗുണ ഗുഹ കൂടെ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വഴുവഴുപ്പുള്ള പാറകളിലും മരത്തിന്റെ വേരുകളിലും ഒക്കെ പിടിച്ച് അവരങ്ങനെ ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി കൂട്ടത്തിൽ ഒരാളുടെ കാല് തെറ്റുകയാണ്. ഗുഹയുടെ ആഴങ്ങളിലേക്ക് അയാൾ പതിക്കുകയാണ്. വലിയൊരു നിലവിളി തന്നെ അവസരത്തിൽ ഉയരുകയാണ്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയ നിമിഷങ്ങളായിരുന്നു അത്. ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് പതിച്ചവരിൽ ഒരാൾ പോലും അന്നേ വരെ ജീവനോടുകൂടെ തിരിച്ചു വന്ന ചരിത്രമില്ല. അവരുടെ ഒന്നും തന്നെ മൃതദേഹങ്ങളും ആർക്കും കണ്ടെടുക്കാനുമായിട്ടില്ല. എങ്കിലും തങ്ങളുടെ ഉറ്റ സുഹൃത്തിനെ അവിടെ അങ്ങനെ ഉപേക്ഷിച്ച് പോരാൻ അവർ തയ്യാറായിരുന്നില്ല. പിന്നീട് അവർ നടത്തിയത് ആരെയും അതിശയിപ്പിക്കുന്ന അതിജീവനത്തിൻ്റെ പോരാട്ടമായിരുന്നു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് കാരണമായ യഥാർത്ഥ സംഭവ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലുഖിയ. കൊടൈക്കനാൽ കാടും മലനിരകളും വെള്ളച്ചാട്ടങ്ങളും തടാകവും എല്ലാം കൊണ്ട് വളരെയേറെ സമൃദ്ധമായ ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്ന് പോലും അറിയപ്പെടുന്ന പ്രദേശം. മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട ഒരു വെക്കേഷൻ ഡെസ്റ്റിനേഷൻ തന്നെയാണ് കൊടൈക്കനാൽ. അതിനാലൊക്കെ തന്നെയായിരിക്കണം 2006 എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ എന്ന് പറയുന്ന പ്രദേശത്തെ ആ ചെറുപ്പക്കാരും തങ്ങളുടെ വിനോദയാത്രയ്ക്ക് വേണ്ടി കൊടൈക്കനാൽ എന്ന പ്രദേശത്ത് തിരഞ്ഞെടുത്തത്. കൂട്ടത്തിലുള്ള പ്രദീപിന്റെ വാഹനത്തിൽ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി തന്നെ കൊടൈക്കനാലിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അവിടെ എത്തിച്ചേർന്ന് കൊടൈക്കനാലിന്റെ മനോഹാരിത മതി വരുവോളം ആസ്വദിച്ച് പിറ്റേന്ന് തിരിച്ചു വരാമെന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. എന്നാൽ പിറ്റേ ദിവസം തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് അക്കാലത്ത് വലിയ തോതിൽ പ്രശസ്തമായിരുന്ന ഗുഹ കൂടെ കാണാമെന്നവർ തീരുമാനിക്കുകയാണ്. 1992 ഗുണ എന്ന് പറയുന്ന മൂവി ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഗുണ കേവ് എന്ന് പറയുന്നത്. അതിനാലൊക്കെ തന്നെയാണ് ഈ ഒരു ഗുഹക്ക് ഗുണ കേവ് എന്ന് പിൽക്കാലത്തെ പേര് പോലും ലഭിച്ചിട്ടുള്ളത്. ഈ ഗുണ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ കൺമണി അൺബോർഡ് കാതലൻ എന്ന് പറയുന്ന ആ സോങ് തീർച്ചയായും നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവും. ആ സോങ്ങിന്റെ വിഷ്വൽസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, വീഡിയോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ചിത്രീകരിച്ചിട്ടുള്ളതൊക്കെ തന്നെയും ഈ ഒരു ഗുഹയുടെ അകത്താണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഗുഹയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു ചിന്ത ചെറിയ തോതിലെങ്കിലും മനസ്സിൽ ഉടലെടുക്കുന്നില്ലേ? ഇതുപോലൊരു ചിന്തയുടെ പുറത്ത് തന്നെയായിരുന്നു ആ ചെറുപ്പക്കാരും ഗുഹ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. സമുദ്രനിരപ്പിൽ നിന്നും ഏറെക്കുറെ 2230 മീറ്റർ ഉയരത്തിലായി വലിയ 3 പാറകൾക്ക് നടുവിലായിട്ട് താഴേക്ക് നീളുന്ന നിലയിലാണ് ഈ ഒരു ഗുഹയുള്ളത്. സാധാരണഗതിയിൽ ഒരു ഗുഹ എന്നൊക്കെ പറയുമ്പോൾ നേരെ നീളത്തിലുള്ള ഒരു നിലക്കുള്ള ഒരു സ്ട്രക്ചർ എന്നായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത. എന്നാൽ ഇത് തീർത്തും വ്യത്യസ്തമാണ്. താഴേക്കൊരു കുഴി പോലെ പതിയെ ഇറങ്ങി പോകുന്ന നിലയിലാണ് ഈ ഒരു ഗുഹയുടെ സ്ട്രക്ചർ ഉള്ളത്. അതിൽ തന്നെ പതിയെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ പരന്ന പ്രദേശങ്ങളും നിൽക്കാനൊക്കെ പറ്റുന്ന നിലയിലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഈ ഒരു ഗുഹയുടെ അകത്തുണ്ട്. അവിടെ എത്തിയ ശേഷം പാറകളിലും വേരുകളിലും ഒക്കെ പിടിച്ച് ആ ചെറുപ്പക്കാർ ഈ ഒരു ഗുഹയുടെ ആഴങ്ങളിലേക്ക് പതിയെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഗുഹയുടെ ഉൾഭാഗത്ത് വെച്ചിട്ടായിരുന്നു ആ സോങ്ങും മറ്റൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്ഥലങ്ങൾ നേരിട്ട് കാണുക എന്നത് തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം. പതിയെ അവരങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഗുഹയുടെ പ്രദേശത്തേക്ക് അന്നേ ദിവസം അവർ എത്തിച്ചേർന്നിരുന്നത്. മാത്രമല്ല ഈ ഒരു ഗുഹയാകട്ടെ പലപ്പോഴും മൂടൽ മഞ്ഞുകൊണ്ട് തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടാകാറുള്ളത്. തൊട്ടു മുമ്പിലുള്ള വ്യക്തിയെ പോലും കാണാൻ കഴിയാത്തത്ര നിലയിൽ പലപ്പോഴും ഇവിടം മൂടൽ മഞ്ഞ് വരാറുണ്ട്. അതീവ ശ്രദ്ധയോടുകൂടി തന്നെയായിരുന്നു ആ ചെറുപ്പക്കാർ അവരുടെ ഓരോ കാൽപാദങ്ങളും എടുത്തു വെച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് വലിയൊരു നിലവിളി ഉയരുകയാണ്. കൂട്ടത്തിലുണ്ടായിരുന്ന സുഭാഷിൻ്റെതായിരുന്നു അത്. എന്നാൽ ആദ്യം എല്ലാവരും വിചാരിച്ചത് സുഭാഷ് ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇതെന്ന നിലയിലായിരുന്നു. അയാൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില കുസൃതികളെല്ലാം തന്നെ ഒപ്പിക്കാറുമുണ്ട്. എന്നാൽ വൈകാതെ തന്നെ അവർ ഞെട്ടലോടുകൂടെ ആ സത്യം തിരിച്ചറിയുന്നു. ഇതൊരിക്കലും ഒരു തമാശയല്ല. സുഭാഷ് ഗുഹയുടെ ആഴങ്ങളിലേക്ക് ചെന്ന് പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി പോയ ചെറുപ്പക്കാർ മുഖത്തോട് മുഖം നോക്കിയ നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ ഇതേ ഒരു അവസരത്തിൽ ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് പതിച്ചുപോയ സുഭാഷ് തൻ്റെ ശരീരഭാഗങ്ങൾ ആ ഗുഹയുടെ പാറക്കെട്ടുകളിലും മരങ്ങളുടെ വേരുകളിലും ഒക്കെ ഇടിച്ചിടിച്ച് ഏറെക്കുറെ 500ഓളം മീറ്റർ താഴ്ചയിൽ ഗുഹയുടെ തന്നെ ഒരു സൈഡിലുള്ള ഒരു ഗ്യാപ്പിലേക്ക് തെറിച്ച് വീഴുകയാണ്. എന്തോ അത്ഭുതകരമായിട്ട് സംഭവിച്ചൊരു കാര്യമായിരുന്നു അത്. അത്തരത്തിൽ ആ ഗ്യാപ്പിലേക്ക് അയാൾ തെറിച്ച് വീണിട്ടില്ല എങ്കിൽ പിന്നെയും ഒരുപാടധികം ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് അയാൾ ചെന്ന് പതിക്കുമായിരുന്നു. ഇന്നേവരെ കൃത്യമായിട്ട് ആരും തന്നെ ആ ഗുഹയുടെ ആഴത്തെ
നിർണയിച്ചിട്ടില്ല, അതിനു വേണ്ടിയിട്ട് മുതിർന്നിട്ടില്ല. ഏറെക്കുറെ 2000-ലധികം അടി താഴ്ചയുണ്ട് ആ ഗുഹയ്ക്ക് എന്ന നിലയിലൊക്കെയാണ് ഏതായാലും പറയപ്പെടുന്നത്. എന്തൊക്കെ തന്നെയായാലും ആ ഗുഹയുടെ ചെറിയൊരു ഗ്യാപ്പിലേക്ക് തെറിച്ചു വീണ സുഭാഷിൻ്റെ കണ്ണുകൾ പതിയെ അടയാൻ ആരംഭിക്കുകയാണ്. അയാളുടെ ബോധം പതിയെ നഷ്ടമാകാൻ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഗുണാഗുഹയെക്കുറിച്ച് കേട്ടിട്ടുള്ള പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഈ ഒരു അവസരങ്ങളിൽ അയാളുടെ മനസ്സിൽ വന്നിരിക്കാനുള്ള വലിയ സാധ്യതകളുണ്ട്. ഗുണ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ഗുണ കേവ്സ് എന്ന പേരിൽ പ്രശസ്തമാകുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു ഗുഹയ്ക്ക് മറ്റൊരു പേരുണ്ട്, ഡെവിൾസ് കിച്ചൺ അഥവാ ചെകുത്താന്റെ അടുക്കള. 1821 BS വാർഡ് എന്ന യാത്രികൻ 3 വലിയ പാറകൾക്ക് നടുവിലായിട്ട് പൂർണ്ണമായിട്ടും ഇരുട്ടുമൂടിയ നിലയിൽ വലിയ ആഴങ്ങളിലേക്ക് നീണ്ടുപോകുന്ന ഈ ഒരു ഗുഹ കണ്ടെത്തിയ അവസരത്തിൽ തോന്നിയ ഭീകരത കൊണ്ട് തന്നെ ആയിരിക്കണം അയാൾ അതിനെ ഡെവിൾസ് കിച്ചൺ എന്ന പേര് വിളിച്ചത്. മാത്രമല്ല, പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഈ ഒരു ഗുഹയുടെ ഉൾഭാഗത്തായിട്ട് താമസിച്ചിരുന്നുവെന്നും പാചകം ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന് ഇത്തരം ഒരു പേര് വന്നിട്ടുള്ളത് എന്ന് മറ്റു ചില ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഗുണ കേവിൽ അകപ്പെട്ട് ഒരുപാടധികം ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. ആ മരണം സംഭവിച്ച ആളുകളുടെ എണ്ണത്തിലും പലയിടത്തും വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ആളുകൾ 16 ആളുകൾ ഇതിനകത്ത് അകപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ മറ്റു ചില ആളുകൾ പറയുന്നത് അത് അങ്ങനെയല്ല, 13 ആളുകളാണ് മരിച്ചിട്ടുള്ളത് എന്ന നിലക്കാണ്. എന്നാൽ ആ സമീപത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് 50ഓളം ആളുകൾ ഇത്രയും കാലത്തിനിടക്ക് ഈ ഒരു ഗുഹയുടെ അകത്തേക്ക് വീണുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന മറ്റൊരു വലിയ കണക്കാണ്. ഈ ഒരു ഗുഹയുടെ ഉൾഭാഗം പൂർണ്ണമായിട്ടും ഇരുട്ട് മൂടിയതിനാൽ തന്നെ കൃത്യമായിട്ട് ഇന്നേ വരെ ആരും അതിൻ്റെ ഉൾഭാഗത്തേക്ക്, അതിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലുകയോ കൃത്യമായിട്ട് അതിൻ്റെ ആഴമോ മറ്റോ നിർണ്ണയിക്കുകയോ കണ്ടെത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതിനും അപ്പുറത്തേക്ക് എങ്ങാനും ഒരാൾ ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതിനാൽ തന്നെ അന്നേ വരെ ആ ഗുഹയുടെ ആഴങ്ങളിലേക്ക് വീണുപോയ ഒരാളെ പോലും ജീവനോടുകൂടെ രക്ഷപ്പെടുത്താൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. അതിനും അപ്പുറത്തേക്ക് അവരുടെ ഒന്നും മൃതദേഹങ്ങൾ പോലും പുറത്തെടുക്കാനായിട്ടില്ല. അതിൽ തന്നെ പറയപ്പെടുന്ന മറ്റൊരു കഥ, ഒരു മന്ത്രിയുടെ മകൻ ഈ ഒരു ഗുഹയുടെ അകത്തേക്ക് വീണു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ 20 ലക്ഷം രൂപയാണ് അയാളെ പുറത്തെടുക്കുന്നവർക്ക് പാരിതോഷികമായിട്ട് അയാൾ പ്രഖ്യാപിച്ചിരുന്നത്. എന്നിട്ട് കൂടെ ഈ ഒരു ഗുഹയുടെ അകത്ത് നിന്ന് ഒരാൾക്ക് പോലും അയാളുടെ മകനെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന ഒരുപാടധികം കഥകളും വസ്തുതകളുമുള്ള ഗുണാഗുഹയുടെ 100 കണക്കിന് മീറ്ററുകൾക്ക് താഴെയാണ് ആ ഒരു അവസരത്തിൽ സുഭാഷ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കുടുങ്ങിക്കിടക്കുന്നത്. ഒരിക്കലും തങ്ങളുടെ സുഹൃത്തിനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു വരാൻ ആ ചെറുപ്പക്കാർ തയ്യാറായിരുന്നില്ല. എങ്ങനെയും സുഭാഷിനെ രക്ഷപ്പെടുത്തണമെന്നൊരൊറ്റ ചിന്ത മാത്രമായിരുന്നു അവരുടെ എല്ലാം മനസ്സിൽ ആ ഒരു അവസരങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർ ഉറക്കെ തങ്ങളുടെ സുഹൃത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഗുഹയുടെ ആഴങ്ങളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള മറുപടികളും അവർക്ക് ലഭിച്ചതേയില്ല. സുഭാഷ് ആ ഒരു അവസരത്തിൽ മരണപ്പെട്ടുവോ അതോ ജീവനോടുകൂടെ ഉണ്ടോ എന്ന് പോലും അവർക്ക് ആർക്കും തന്നെ ഉറപ്പില്ലായിരുന്നു. എന്തൊക്കെ തന്നെയായാലും കുറച്ചാളുകൾ അവിടെ സുഭാഷിന് കാവൽ നിൽക്കുകയും ബാക്കിയുള്ളവർ സുഭാഷിനെ രക്ഷിക്കാൻ വേണ്ടി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെല്ലുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ പോലീസുകാരിൽ നിന്നുണ്ടായ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിക്കുകയായിരുന്നു. പോലീസുകാർ ആദ്യം തന്നെ പറഞ്ഞത്, കേരളത്തിൽ നിന്നും ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഗുഹയിൽ തള്ളിയിട്ട് കൊന്ന ശേഷം നിങ്ങൾ പരാതി പറയാൻ വന്നിരിക്കുകയാണോ എന്ന നിലയിലായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ആ ചെറുപ്പക്കാരുടെ നിരന്തരമായ അഭ്യർത്ഥനകൾക്കൊടുവിൽ പോലീസുകാരും ഫയർഫോഴ്സും സുഭാഷ് എന്ന അവരുടെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി ഗുണ കേവിലേക്ക് എത്തിച്ചേരുകയാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ ആ ഗുഹയുടെ ഉൾഭാഗത്ത് നിന്നും സുഭാഷിന്റെ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും കേൾക്കാതായതോട് കൂടിയിട്ട് സുഭാഷ് മരണപ്പെട്ടിരിക്കാം. അതിനാൽ ഇനി ഈ ഒരു ഗുഹയുടെ അകത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് യാതൊരുവിധ കാര്യവും ഉണ്ടാകില്ല എന്നൊരു നിലപാടിലേക്കാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. അതിനുമപ്പുറത്തേക്ക് ഒരാൾ പോലും അതിനകത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുകയും ചെയ്തില്ല. എന്തൊക്കെ തന്നെയായാലും തങ്ങളുടെ സുഹൃത്തിനെ ആ ഗുഹയുടെ ഉൾഭാഗത്ത് അങ്ങനെ ഉപേക്ഷിച്ച് പോരാൻ ആ ചെറുപ്പക്കാർ തയ്യാറായിരുന്നില്ല. ആ ഒരു അവസരത്തിൽ കൂട്ടത്തിലുള്ള സിജു എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ടേക്ക് വരികയാണ്. അവനെ തിരിഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി, ഗുഹയുടെ അകത്തു നിന്നും അവനെ പുറത്തെടുക്കാൻ വേണ്ടി ഞാൻ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ മുന്നോട്ടേക്ക് വന്നത്. എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായിട്ടും അതിന് നിരസിക്കുകയാണ്. കൂട്ടത്തിലുള്ള ഒരാളോ ഈ ഒരു ഗുഹയുടെ അകത്ത് വീണ് മരണപ്പെട്ടു, ഇനി നിന്റെ കൂടെ ജീവൻ എന്തിനാണ് അപകടപ്പെടുത്തുന്നത് എന്നതായിരുന്നു അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും സിജുവിന്റെ പിടിവാശിക്ക് മുന്നിൽ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അത് സുഭാഷിനെ കൊണ്ട് മാത്രമായിരിക്കുമെന്ന അയാളുടെ പിടിവാശിക്ക് മുന്നിൽ ഫയർഫോഴ്സിന് കീഴടങ്ങേണ്ടി വരികയാണ്. ഏറ്റവും ഒടുവിൽ ഫയർഫോഴ്സിന്റെ കയറും ബെൽറ്റും ഒക്കെ അരയിൽ മുറുക്കിയിട്ട് പതിയെ പതിയെ
ഗുണ കേവിൻ്റെ ഇരുട്ടുമൂടിയ ആഴങ്ങളിലേക്ക് സുഭാഷ് എന്ന തൻ്റെ കൂട്ടുകാരൻ രക്ഷിക്കാൻ വേണ്ടി സിജു എന്ന ചെറുപ്പക്കാരൻ പതിയെ ഇറങ്ങിച്ചെല്ലാൻ ആരംഭിക്കുകയാണ്. ഏറെക്കുറെ 500 മീറ്ററോളം താഴ്ചയിലേക്ക് അയാൾ അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. ആ ഒരു അവസരത്തിനാണ് എന്തോ ഭാഗ്യം കൊണ്ട് വേരുകളിലും മരങ്ങളിലും ഒക്കെ തട്ടി ഗുഹയുടെ ചെറിയൊരു ഭാഗത്തേക്ക് ഒരു ഗ്യാപ്പിലേക്ക് തെറിച്ചു വീണ ബോധരഹിതനായി കിടക്കുന്ന സുഭാഷിനെ സിജുവിനെ കാണാൻ സാധിക്കുന്നത്. ഒട്ടും വൈകാതെ തന്നെ അയാൾ സിജുവിനെ തന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. കയറും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് ചെയ്യുന്നുണ്ട്. മുകളിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ കൈമാറുന്നുണ്ട്. പിന്നീട് ഏറെക്കുറെ മണിക്കൂറുകൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ സുഭാഷ് എന്ന ചെറുപ്പക്കാരനെ ജീവനോടുകൂടി തന്നെ അന്നേ ദിവസം പുറത്തെടുക്കാൻ അവർക്ക് സാധിക്കുകയാണ്. ഗുണ ഗുഹയുടെ അല്ലെങ്കിൽ ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെട്ട ആ ഗുഹയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ആ ഗുഹയുടെ ഉള്ളിലേക്ക് വീണുപോയ ഒരു വ്യക്തി ജീവനോടുകൂടി തന്നെ തിരിച്ചു വീഴുന്നത്. അതിന് ഒരേ ഒരു കാരണക്കാരനായി മാറിയത് സിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ധൈര്യം മാത്രമായിരുന്നു. എന്തൊക്കെ തന്നെയായാലും തങ്ങളുടെ ഉറ്റ സുഹൃത്തിന് ജീവനോടുകൂടി തിരിച്ചു കിട്ടിയല്ലോ എന്ന വലിയ സമാധാനത്തോടു കൂടി തന്നെ ആ ചെറുപ്പക്കാർ കൊടൈക്കനാലിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ്. അവരാരോടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ മിണ്ടിയതേയില്ല. എങ്കിലും ഇത്തരമൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യം ഗുണ കേവിൽ സംഭവിച്ചു എന്ന നിലയിൽ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളിലെല്ലാം വലിയ തോതിൽ തന്നെ വാർത്തകൾ പ്രചരിക്കുകയാണ്. സിജുവിൻ്റെ ധൈര്യത്തെക്കുറിച്ച് ഏവരും വാനോളം ഉയർത്തി പറയുകയാണ്. അതോടുകൂടി തന്നെയാണ് കേരളത്തിലും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഏവരും അറിയുന്നത്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്ന അവസരത്തിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഡാറ്റകളൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂകളും മറ്റുമൊക്കെ വരുമെന്ന നിലയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ പരിശോധിക്കുന്ന അവസരത്തിൽ ഈ ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ പോലും പലപ്പോഴും പല ഡാറ്റകളിലും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. 11 ആളുകളാണ് പോയിട്ടുള്ളതെന്ന് ചിലർ പറയുന്നുണ്ട്. 8 ആളുകളുടെ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതല്ല 6 ആളുകളായിരുന്നു കൊടൈക്കനാലിലേക്ക് യാത്ര പോയിട്ടുണ്ടായിരുന്നത് എന്ന നിലയിൽ കാണുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം അഭിപ്രായങ്ങളും മറ്റുമൊക്കെ ഇൻ്റർനെറ്റിലും മറ്റുമൊക്കെ നോക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ ഒരു വിഷയവുമായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും അതിൽ നിന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ജലദോഷം കഫക്കെട്ടൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയിൽ ഉണ്ടാകും. നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാനീ പറഞ്ഞത് പക്ക ഒരു റിയൽ സ്റ്റോറി മാത്രമാണ്. ഒരിക്കലും സിനിമയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കൂട്ടിച്ചേർക്കലുകളും ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കാര്യങ്ങളും ഒക്കെ ആ സിനിമയിൽ ഉണ്ടാകും. ഒരിക്കലും സിനിമയുടെ ആസ്വാദനത്തെ ഈ ഒരു വീഡിയോ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ നിലയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗുണ കേവ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്ത നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ടും ഗ്രില്ലിട്ട് അടച്ചിട്ടുണ്ട്. എങ്ങാനും ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെയും പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രില്ലുകളൊക്കെ ഇട്ട് അടച്ച നിലയിലാണ് ഈ ഒരു ഗുണ കേവ് പൂർണ്ണമായിട്ടും ഉള്ളത്. ഇത്തരത്തിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ഒരു ഗുഹ സഞ്ചാരികൾക്ക് വേണ്ടി എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തുറന്നു കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ കാര്യത്തെക്കുറിച്ചും തീർച്ചയായും താഴ്ന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണാം. ബൈ.